പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിലെത്തും. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി ഇന്ന് മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തും. 5 ലക്ഷത്തോളം ആളുകൾ റോഡ് ഷോയുടെ ഭാഗമാകും. നാളെയാണ് പ്രധാനമന്ത്രി പത്രിക സമർപ്പിക്കുന്നത്. വിവരങ്ങളുമായി വാരണാസിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, എല്ലാ അർത്ഥത്തിലും വാരണാസി പ്രധാന സേവകനെ, പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എത്ര മണിക്കാണ് റോഡ് ഷോ നിശ്ചയിച്ചിട്ടുള്ളത്? ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി. ഇന്ന് വൈകുന്നേരം 4:30 ശേഷമാണ് വാരണാസിയിൽ റോഡ് ഷോ ആരംഭിക്കുക. ഉച്ചതിരിഞ്ഞ് പ്രധാനമന്ത്രി ഇന്ന് വാരണാസിയിലേക്ക് എത്തും. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഉച്ചവരെയുള്ള പൊതുപരിപാടികൾ ബീഹാറിലാണ്. ബീഹാറിൽ 3 തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമന്ത്രി രാവിലെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് അദ്ദേഹം വാരണാസിയിലേക്ക് യാത്ര തിരിക്കുന്നു. 4:30 BHUവിലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ മദൻ മോഹൻ മാളവ്യയുടെ സ്തൂപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. സാധാരണയായി വാരണാസിയിൽ എന്തു പ്രധാനപ്പെട്ട പരിപാടിക്കായി അദ്ദേഹം എത്തിയാലും മദൻ മോഹൻ മാളവ്യയുടെ സ്തൂപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്താറുണ്ട്. കാരണം നമുക്കറിയാം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ ഹിന്ദു മഹാസഭയുടെ മുൻ ദേശീയ അധ്യക്ഷൻ, സ്വാതന്ത്ര്യ സമര സേനാനി, അങ്ങനെ വളരെയധികം പ്രത്യേകതകൾ, സവിശേഷതകൾ, നവോത്ഥാന നായകൻ, ആ രീതിയിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. അതിനാൽ അദ്ദേഹത്തിൻ്റെ സ്തൂപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റോഡ് ഷോ ആരംഭിക്കുന്നത്. മദൻപുര തുടങ്ങിയ മേഖലകളിലൂടെ, മുസ്ലിം ഭൂരിപക്ഷ സ്വാധീന മേഖലകളിലൂടെയാണ് ഇന്നത്തെ റോഡ് ഷോ കടന്നു പോകുന്നത് എന്നത് മറ്റൊരു സവിശേഷത കൂടിയാണ്. ഈ അടുത്ത മാസം 1-ാം തീയതിയാണ് വാരണാസിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ലാസ്റ്റ് ഫേസ് നടക്കുന്നത് 1-ാം തീയതിയാണ്. ആ 7-ാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ് വാരണാസി അടങ്ങുന്ന ഉത്തർപ്രദേശിലെ പൂർവാഞ്ചൽ ബെൽറ്റ്, ഗോരഖ്പൂർ, അതോടൊപ്പം തന്നെ വാരണാസി, ഗാസിപൂർ അടങ്ങുന്ന പ്രദേശങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2014-ലുമെല്ലാം വാരണാസി അടങ്ങുന്ന പൂർവാഞ്ചൽ മേഖലയിൽ ഏറ്റവും അവസാനത്തെ ഫേസിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തവണയും അതിൽ മാറ്റമില്ല. എന്തായാലും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വാരണാസിയെ ഇളക്കിമറിക്കാൻ പോകുന്ന ഒരു റോഡ് ഷോയാണ് നടത്തുക. 5 ലക്ഷത്തിലധികം ആളുകൾ ഇന്നത്തെ റോഡ് ഷോയുടെ ഭാഗമാകുമെന്നാണ് BJP നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും വാരണാസിയിൽ നടത്തുന്ന റോഡ് ഷോയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലം എന്ന സവിശേഷതയുണ്ട്. 2014-ൽ ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നരേന്ദ്രമോദി ചുവടുവെക്കുമ്പോൾ അദ്ദേഹം തെരഞ്ഞെടുത്ത ലോക്സഭാ മണ്ഡലം കാശി വിശ്വനാഥിൻ്റെ സാന്നിധ്യമുള്ള, ജ്യോതിർലിംഗത്തിൻ്റെ സാന്നിധ്യമുള്ള ഈ വാരണാസിയുടെ മണ്ണാണ്. അതിനാൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇതിലും ഇളക്കിമറിക്കാൻ കഴിയുന്ന മറ്റൊരു ഭൂപ്രദേശം നമ്മുടെ ഭാരത രാജ്യത്ത് ഇല്ല എന്ന സവിശേഷതയുണ്ട്. അതിനാലാണ് ഈ മണ്ണിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പിൻ്റെ ആദ്യ അധ്യായത്തിന് തുടക്കം കുറിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ 3-ാം ടേമിലും, അതായത് പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലം എന്ന് പറയുന്നത് വെറും ട്രെയിലർ ആയിരുന്നു, യഥാർത്ഥ കളികൾ ഇനിയും നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പറയുന്നത്. അതിനാൽ ഈ 3-ാം ടേമിന് വളരെ നിർണായകമായ ഹിന്ദുത്വ ദേശീയതയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നടത്താൻ പോകുന്ന, വികസന പദ്ധതികളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിവെക്കുന്ന 3-ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും പ്രധാനമന്ത്രി പ്രതിനിധീകരിക്കുന്നത് ഈ കാശി വിശ്വനാഥൻ്റെ സാന്നിധ്യമുള്ള ഈ ഭാരതത്തിൻ്റെ ആത്മീയ തലസ്ഥാനമായ വാരണാസിയാണ്. എന്തായാലും ആ വാരണാസിയുടെ ശക്തി വിളിച്ചോതുന്ന റോഡ് ഷോയാകും ഇന്ന് ഉച്ചതിരിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരം ഇവിടെ നടക്കാൻ പോകുന്നത്. ഗൗതം പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു ഉറച്ച മണ്ഡലം, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഫലഭൂയിഷ്ഠമായ ഭൂമി, അവിടെ വാരണാസിയിൽ പ്രധാനമന്ത്രി വീണ്ടും എത്തുമ്പോൾ വലിയ ആവേശത്തിലാണ് ജനങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഉത്സവഛായയിലാണ് വാരണാസി ഒന്നാകെയല്ലോ. അപ്പം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള പ്രമുഖ നേതാക്കളും റോഡ് ഷോയുടെ ഭാഗമാവുകയാണല്ലേ? KP ഒരു വലിയ ആഘോഷമാക്കി ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ ചടങ്ങ് മാറ്റാനാണ് BJPയുടെ ലക്ഷ്യം. കഴിഞ്ഞ 2019-ലും അങ്ങനെ തന്നെയായിരുന്നു. BJPയുടെ മുഴുവൻ ദേശീയ നേതാക്കളും വാരണാസിയിലേക്ക് എത്തുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ വാരണാസിയിലെത്തി മീഡിയ സെൻറ്ററിൻ്റെ ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിച്ച് തിരിച്ചു മടങ്ങിയിരുന്നു. നാളെ വീണ്ടും അമിത്ഷാ എത്തും. ഒപ്പം പ്രതിരോധ മന്ത്രിയും ഉത്തർപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായ രാജ്നാഥ് സിംഗ്, അദ്ദേഹവും നാളെ പ്രധാനമന്ത്രിക്കൊപ്പം നാമനിർദ്ദേശ പത്രികാ സമർപ്പണ ചടങ്ങിനായി എത്തുന്നുണ്ട്. ഇത് കൂടാതെ BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഴുവൻ മുഖ്യമന്ത്രിമാർ വരും. നമുക്കറിയാം, ഉത്തർപ്രദേശ് BJP ഭരിക്കുകയാണ് 2017 മുതൽ. യോഗി ആദിത്യനാഥ് അദ്ദേഹം ഇന്ന് തന്നെ വാരണാസിയിലേക്ക് എത്തുന്നുണ്ട്. പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ അലങ്കരിച്ച വാഹനത്തിൽ പ്രധാനമന്ത്രിയുടെ കൂടെ
യോഗി ആദിത്യനാഥും ഉണ്ടാകും. ഇത് കൂടാതെ BJP അധികാരത്തിലിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൂടി നാളെ വാരണാസിയിലേക്ക് എത്തി ഒരു വലിയ ആഘോഷമാക്കി ഈ പത്രികാ സമർപ്പണ ചടങ്ങ് മാറ്റാനാണ് BJP ഇപ്പോൾ ലക്ഷ്യപ്പെടുന്നത്. 2014 പ്രധാനമന്ത്രി ഇവിടെ മത്സരിക്കുമ്പോൾ അന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിക്കെതിരെ ഇവിടെ വന്ന് മത്സരിച്ചിരുന്നു. പക്ഷേ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. കെജ്രിവാളിന് 2 ലക്ഷത്തിലധികം വോട്ടുകൾ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. പ്രധാനമന്ത്രി ഏതാണ്ട് 4 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് വിജയിച്ചു കയറി. 2019 ഇതേ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വാരണാസിയിൽ നിന്നും പ്രധാനമന്ത്രി വിജയിച്ചത്. ഈ തവണ 8 ലക്ഷത്തിൻ്റെയും 9 ലക്ഷത്തിൻ്റെയും ഒക്കെ ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകളാണ് BJP പ്രവചിക്കുന്നത്. കാരണം അദ്ദേഹത്തിനുള്ള ജനകീയ പിന്തുണ വീണ്ടും ഓരോ ദിവസം കഴിയുന്തോറും വാരണാസിയിൽ കൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ സ്വാഭാവികമായും BJPയുടെ ഒരു ഉറച്ച മണ്ഡലമായി കഴിഞ്ഞ 10 വർഷക്കാലം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദുത്വ ദേശീയത വലിയ തോതിൽ ആഞ്ഞു വീശുന്ന ഒരു മണ്ഡലമാണ്. സ്വാഭാവികമായും ഇവിടെ പ്രധാനമന്ത്രിക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല. അദ്ദേഹം പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി ജനങ്ങളെ മുഴുവൻ കാണാൻ വേണ്ടി എത്തുന്നു എന്ന നിലയിലാണ് ഈ ഒരു റോഡ് ഷോ ഇന്നിപ്പോൾ ഒരു ആഘോഷമാക്കി നടത്തുന്നത്. അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന നിലയിൽ BJPക്ക് വാരണാസിയിൽ പ്രത്യേകിച്ച് ചെയ്യേണ്ടതായ കാര്യങ്ങളില്ല. KP പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിലെത്തുകയാണ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി വൈകിട്ട് റോഡ് ഷോ നടത്തും. വിപുലമായ ഒരുക്കങ്ങളാണ്, ഒപ്പം ആഘോഷച്ചായലാണ് വാരണാസി. ഗൗതമാണ് വാരണാസിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.